അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ബർക്കത്തുള്ള വേദിയിൽ അറിവ് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. കൂട്ടുകാരെ, അറിവ് എന്ന് പറയുന്നത് ഒരു പ്രകാശമാണ്. ഇരുട്ടിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന പ്രകാശമാണ് അറിവ്. അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നു, അറിവുള്ളവനും അറിവില്ലാത്തവരും തുല്യരാണോ? ഒരിക്കലുമല്ല. ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തവൻ ആ വിഷയത്തിൽ പറ്റിക്കപ്പെടും. എന്നാൽ അറിവുള്ളവനെ പറ്റിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് അറിവാണ്. എന്തുകൊണ്ട്? സമ്പത്ത് മോഷ്ടിച്ചു കൊണ്ടുപോകാം, പക്ഷേ അറിവ് മോഷ്ടിക്കാൻ കഴിയില്ല. സമ്പത്ത് വിതരണം ചെയ്യും തോറും കുറയും, പക്ഷേ അറിവ് വിതരണം ചെയ്യും തോറും വർദ്ധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഇൽമ തേടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, ഒരു ഭാഗം ഇൽമ പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് കൂട്ടുകാരെ? റീൽസ് കാണാൻ മണിക്കൂറുകൾ ചെലവഴിക്കും. എന്നാൽ ഒരു ഹദീസ് പഠിക്കാനോ ഒരു മസ്അല പഠിക്കാനോ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ പരിശുദ്ധമായ നബിദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. ദിവസവും എന്തെങ്കിലും ഒരു അറിവ് നേടുന്നവനായി ഞാൻ ജീവിക്കും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകുമാറാവട്ടെ. അറിവ് കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ വീടും പ്രകാശമാക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.